വിശ്വവിഖ്യാതമായ മൂക്ക്. അമ്പരിപ്പിക്കുന്ന മുട്ടൻ വാർത്തയാണ്. ഒരു മൂക്ക് ബുദ്ധിജീവികളുടെയും ദാർശനികരുടെയും ഇടയിൽ വലിയ തർക്കവിഷയമായി കലാശിച്ചിരിക്കുന്നു. വിശ്വവിഖ്യാതമായ മൂക്ക്. ആ മൂക്കിന്റെ യഥാർത്ഥ ചരിത്രമാണ് ഇവിടെ രേഖപ്പെടുത്താൻ പോകുന്നത്. ചരിത്രം ആരംഭിക്കുന്നത് അദ്ദേഹത്തിന് 24 വയസ്സ് തികഞ്ഞ കാലത്താണ്. നമസ്കാരം, എൻ്റെ പേര് മിഥുൻ മനോജ്. ഞാൻ പുത്തൂർ ഗവൺമെന്റ് സ്കൂളിലെ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. പൂക്കളും പുസ്തകങ്ങളും എന്ന അവധിക്കാല വായനാ മത്സരത്തിൽ ഞാൻ തിരഞ്ഞെടുത്ത പുസ്തകമാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ കഥകളിൽ ഒന്നാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനമായാണ് ബഷീർ ഈ കഥ പറയുന്നത്. ഒരു സാധാരണ പാചക തൊഴിലാളിക്ക് ഓരോ ദിവസം കഴിയും തോറും മൂക്കിന് നീളം വെക്കുകയാണ്. അതിനെ തുടർന്നുണ്ടാവുന്ന സംഭവ പരമ്പരകളാണ് ഈ കഥയിലുള്ളത്. മൂക്ക് എന്ന വിഷയത്തിലൂടെ സമൂഹത്തിലെ പൊള്ളത്തരങ്ങളെ ഹാസ്യാത്മകമായി നോക്കിക്കാണുകയാണ് ബഷീർ ഈ കഥയിലൂടെ. ഒരു വലിയ മൂക്കിന്റെ യാഥാർത്ഥ്യ ചരിത്രമാണ് ഈ കൃതിയിൽ പ്രതിപാദിക്കുന്നത്. ഈ കഥയിലെ നായകൻ ഒരു കുശിനിപ്പണിക്കാരനാണ്. നായകന് എഴുതാനോ വായിക്കാനോ അറിയില്ല. 24ാമത്തെ വയസ്സിൽ മഹാ അത്ഭുതം സംഭവിക്കുകയാണ്. നായകന്റെ മൂക്കിന് നീളം വെക്കുകയാണ്. അങ്ങനെ പുക്കൾ വരെ മൂക്ക് നീണ്ടു. അങ്ങനെ നായകന് മൂക്കൻ എന്നും പേര് വീണു. 6 കൊല്ലം കൊണ്ട് നായകൻ പണക്കാരനായി. വലിയ മന്ദിരങ്ങളും പണിതു. ഭരണപക്ഷ പാർട്ടി അദ്ദേഹത്തെ തങ്ങളുടെ പാർട്ടിയിൽ ചേർത്തു. ഇത് കണ്ട് എതിർ പാർട്ടി മൂക്കന്റെ മൂക്ക് വ്യാജമാണെന്ന് പറഞ്ഞു. തുടർന്ന് സർക്കാരിനെതിരെ എതിർ പാർട്ടികൾ ലഹളകൾ നടത്തി. അങ്ങനെ മൂക്കൻ ജയിലിലായി. 48 രാജ്യങ്ങളുടെ പ്രതിനിധികളായ വിദഗ്ധ ഡോക്ടർമാർ മൂക്ക് പരിശോധിച്ചു. അതിലൊരു ഡോക്ടർ സൂചി വെച്ച് മൂക്കിൽ കുത്തി. അപ്പോൾ ഒരു തുള്ളി പരിശുദ്ധ രക്തം കണ്ടു. മൂക്ക് വ്യാജമല്ലെന്ന് മനസ്സിലായി. മൂക്കൻ പ്രസിഡന്റുമായി. പിന്നെ വിദേശത്തേക്ക് പോയി MP ആയി. താങ്ക് യു.